ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരല്പം ഓട്സും ഒരു സ്വല്പം പുട്ടുപൊടിയും ഉണ്ടെങ്കിൽ നല്ല ഒന്നാം തരം ഒരു പുട്ട് നമുക്കിവിടെ തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. വളരെയധികം ഗുണങ്ങളുള്ള ഈ ഓട്സിൻ്റെ പുട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഓട്സ് പുട്ടുപൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഓട്സ് ഉണ്ട്. അത് നല്ല ഫൈനായിട്ടുള്ള ഓട്സാണ്, ഒത്തിരി കട്ടിയൊന്നുമില്ല. അതുപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അത് പുട്ടുപൊടി തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും അരിപ്പൊടി മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അതുപോലെ തന്നെ നമുക്കിത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഞാനിപ്പോൾ ഇവിടെ ആദ്യമേ ഈ ഓട്സ് ഒരു പാത്രത്തിനകത്തോട്ടിട്ട് കൊടുത്തിട്ട് അത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് തിരുമ്മി പൊടിച്ചെടുക്കാൻ പോവാണ്. ഇത് ഈ രീതിയിൽ ഇപ്പോൾ തിരുമ്മി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഫൈനായിട്ടൊന്നും ആകണ്ട, ഇതൊരു ചെറിയ തരികളൊക്കെ ഉള്ളത് തന്നെയാണ് നല്ലത്. ഇനി ഞാൻ അരിപ്പൊടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഓട്സിനുള്ള പുട്ടുപൊടി റെഡിയാക്കിയ ശേഷം നമുക്കതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിൻ്റെ കറക്റ്റ് അളവ് അറിയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ വെള്ളത്തിന് പാകമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആ വെള്ളം കൂട്ടി കുഴച്ചാൽ മതിയാവും. ഇനി അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്കത് സാധാരണ പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ തന്നെ തിരുമ്മി കുഴച്ചെടുക്കാം. ഈ പുട്ടുപൊടി നല്ലതുപോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല പൊലിമയുള്ള പൊടി ആയതുകൊണ്ട്, അരിപ്പൊടി ആയതുകൊണ്ട് ഇതിപ്പോൾ ഈ ഒരു അളവിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 കുറ്റി പുട്ടിനുള്ളതുണ്ട്. ഇനി നമുക്കിത് പതുക്കെ കുറ്റിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി പുട്ടുകുറ്റിക്കകത്ത് ഞാൻ ആദ്യത്തെ ലെയറായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിനുശേഷം കുറച്ച് പുട്ടുപൊടി നമുക്ക് അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഏതാണ്ട് പകുതി, ആ കുറ്റിയുടെ പകുതി വരെ നമുക്ക് ഇപ്പം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ നടുക്ക് കുറച്ചുകൂടി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി പകുതി വീണ്ടും നമ്മൾ പുട്ടുപൊടി തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഏറ്റവും ടോപ്പ് ലെയറിൽ നമ്മൾ കുറച്ചുകൂടെ തേങ്ങ വെച്ച് കൊടുത്തുകൊണ്ട് നമുക്കിത് അടച്ച് കുക്കറിൻ്റെ മുകളിലാണ് ഞാനിത് വെക്കുന്നത്. കുക്കറിനകത്ത് ആവശ്യത്തിന് വെള്ളം എടുത്ത് അത് നല്ലതുപോലെ തിളപ്പിച്ച ശേഷം നമുക്ക് അതിൻ്റെ മുകളിലോട്ട്, അതായത് ആവി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അത് വെച്ച് കൊടുക്കാം. ഇതിപ്പം പുട്ടുകുറ്റിക്കകത്ത് നല്ലപോലെ ആവി കയറിയിട്ടുണ്ട്. ഇനി ഒരു 7-8 മിനിറ്റ് അതൊന്ന് നല്ലപോലെ വെന്ത ശേഷം നമുക്കിത് വെളിയിലെടുക്കാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ പുട്ട് റെഡിയായി. ഇനി ഞാനതൊരു പാത്രത്തിനകത്തോട്ട് സെർവ് ചെയ്യുവാണ്. ഇത് കടലക്കറി അല്ലെങ്കിൽ പഴമൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഓട്സ് പുട്ടുണ്ടാക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടു. അതെല്ലാവരും ഇനി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ ഇനിയും ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.